ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. കോഴിക്കോട് ആകാശവാണി നിലയം മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ കെ രവീന്ദ്രൻ പങ്കെടുക്കുന്നു. എൻ്റെ 40 കൊല്ലത്തെ സർവീസിൽ 28 വർഷം ഞാൻ ജോലി ചെയ്തത് കോഴിക്കോട് സ്റ്റേഷനിലാണ്. അപ്പോൾ അത്രയും കാലം ജോലി ചെയ്തൊരു സ്റ്റേഷനിൽ ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ച് വരുമ്പോൾ മാറ്റങ്ങളുണ്ട്. പക്ഷെ എങ്കിലും പഴയ പല സംഗതികളും അതേപോലെ തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. 1964 ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്യുന്നത്. ആ ഡേറ്റ് ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കും. അതിന് പ്രത്യേക കാരണമുണ്ട്. ഞാൻ 64 മെയ് 20 AIR ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 27 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിക്കുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അടുത്ത് തന്നെ ഒരു സാമീൻ്റെ ഹോട്ടലുണ്ട്, അവിടെ പോകും. ഉച്ചയ്ക്ക് പോയ സമയത്താണ് പെട്ടെന്ന് ഓഫീസിൽ നിന്ന്, ലൈബ്രറി പൂട്ടിയിട്ടാണ് ഞാൻ പോയത്, ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഓടി വന്നപ്പോൾ ഇവിടെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. കാരണം അത്ര ഒരു സിറ്റുവേഷൻ ആകാശവാണി ഇതിനു മുമ്പ് ഫേസ് ചെയ്തിട്ടില്ല. ഇത്ര വലിയൊരു VIP പെട്ടെന്ന് മരണമടഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടി എന്താ ചെയ്യേണ്ടത്, ഇവരെ അവിടേക്ക് കോൺടാക്ട്, ഡൽഹിയിൽ നിന്നുള്ള അവിടെ ഇവിടെ നിന്നൊക്കെ കോൺടാക്ട് ചെയ്ത് ഇവിടെ ലൈബ്രറി തുറന്ന് കുറേ സാഡ് ട്യൂൺസും അങ്ങനത്തെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഇഷ്യൂ ചെയ്ത് അങ്ങനെ അത് ഒരുവിധം. പിന്നെ അതിന് ശേഷമാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം, ഒരു VIP മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർ നിശ്ചയിച്ചിട്ട് 3 ദിവസത്തേക്കുള്ള ഒബിച്വറി പ്രോഗ്രാംസ്, ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അതിനുള്ള ടേപ്പുകൾ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് അത് ഓരോന്നിനും ക്യൂ ഷീറ്റും ഒക്കെ എഴുതിയിട്ട് എല്ലാ സ്റ്റേഷൻസിനും ഡൽഹിയിൽ നിന്ന് അയച്ചു തന്നു. അത് കോഴിക്കോട് സ്റ്റേഷനിൽ അയച്ചു തന്നു. ഫസ്റ്റ് ഡേൻ്റെ ഡ്യൂട്ടി റൂമിൽ സൂക്ഷിക്കണം എന്നാണ്. ബാക്കിയുള്ള ടൈപ്സ് ലൈബ്രറിയിൽ വെക്കും. അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എടുത്തിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കി തന്നതാണ്. മ്യൂസിക്കിന് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് ടോക്കിന്, പിന്നെ ഒന്ന് അനൗൺസേഴ്സിൻ്റെ ബൂത്തൊക്കെയുള്ള ഒരു സ്റ്റുഡിയോ. ഡ്രാമ നടത്തിയിരുന്നത് മ്യൂസിക് സ്റ്റുഡിയോ തന്നെയായിരുന്നു. അത്രയ്ക്കുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ആ 3 സ്റ്റുഡിയോൻ്റെ വെച്ചിട്ട് മാനേജ് ചെയ്തിരുന്നത്. 52 കോഴിക്കോട് സ്റ്റേഷൻ തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് എങ്ങനെ വെച്ചാൽ മുഴുവൻ ലൈവായിരുന്നു. എല്ലാവരും നേരിട്ട് വന്ന് സ്റ്റുഡിയോയിൽ വന്നിരുന്ന് നേരിട്ട് അതേ സമയത്ത് തുടങ്ങുക. പക്ഷേ ഞാൻ വന്ന സമയത്ത് മാഗ്നറ്റിക് ടേപ്പ് വന്നു കഴിഞ്ഞു. അത് പിന്നെ സ്പൂൾ ടേപ്പ് എന്നാണ് പറയുക അതിന്. അതിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് 5 ഇഞ്ചസ്, 7 ഇഞ്ചസ് അങ്ങനെ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച്, അതായത് 15 മിനിറ്റിൻ്റെ പ്രോഗ്രാം, 30 മിനിറ്റിൻ്റെ പ്രോഗ്രാം, 1 അവർ പ്രോഗ്രാമായി ടേപ്പുകളാക്കി. അപ്പോൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത്, പക്ഷേ അപ്പോൾ കൂടുതൽ സൗകര്യങ്ങളായി. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലോ അങ്ങനെ അതൊക്കെ മാറ്റാനും. കാരണം അല്ലെങ്കിൽ പലപ്പോഴും ലൈവായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റി പറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല, നമുക്ക് തെറ്റിപ്പോയത് തന്നെ, എയറിൽ പോയത് തന്നെ അതായിരുന്നു. അപ്പോൾ ആ സൗകര്യങ്ങളും കൂടെ അന്ന് ടേപ്പ് വന്നു. ഞാൻ വരാൻ കാരണം, എനിക്ക് ആകാശവാണിയെക്കുറിച്ച് വേറെയായിട്ട് റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ആളായിരുന്നു. 63 ഞാൻ ഡിഗ്രി പാസ്സായത്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഡിഗ്രി പാസ്സായി. എൻ്റെ മാത്സ് ആയിരുന്നു. അത് പാസ്സായ അപ്പം തന്നെ അവിടെ ഇതേ കോളേജിൻ്റെ ഹൈസ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഗ്രാജുവേറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അന്നത്തെ ഒരു ടീച്ചേഴ്സിൻ്റെ പോസ്റ്റ്, തൽക്കാലത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി വരുന്ന കൂട്ടർ കൊടുക്കാനുള്ള പോസ്റ്റ്. അതിൻ്റെ ശമ്പളം 65 റുപ്യാണ്. 65 റുപ്യയും പിന്നെ അതിൻ്റെ കൂടെ ഒരു അലവൻസ് ഒന്ന് ചേർത്ത് 110 രൂപയാണ് അന്നത്തെ ശമ്പളം. പക്ഷേ 63, 64 കാലത്ത് 110 റുപ്യ എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊല്ലത്തേക്കാണ് തരിക. അവരങ്ങനെ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം ഫെബ്രുവരിയിലോ മറ്റോ ആണ് എനിക്കൊരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു കാർഡ് വരുന്നത്. അതായത് ഇങ്ങനെ ആകാശവാണി കോഴിക്കോട് സ്റ്റേഷൻ ലൈബ്രറിയുടെ പോസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന ദിവസം ഇത്ര മണിക്ക് നിങ്ങൾ അവിടെ ഓഫീസിൽ അവിടെ AIR ഹാജരാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ കോഴിക്കോട് ആകാശവാണിയിൽ വരുന്നത്. രാവിലെ ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ 6 പേർക്കോ മറ്റോ കാർഡ് അയച്ചിരുന്നു, പക്ഷേ 3 പേരേ വന്നിരുന്നുള്ളൂ. ഈ 3 പേരിൽ ഞങ്ങൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് എഴുതി. പിന്നെ അവർ പറഞ്ഞു ഇനി നിങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് വരണം, ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂ വന്ന സമയത്ത് 2 പേരേ ഉണ്ടായുള്ളൂ. ഒരാൾ മുങ്ങി. അപ്പം ഞാനും വേറൊരാളുണ്ട്. പക്ഷേ അയാളും എനിക്ക് അറിയുന്ന ഒരാളായിരുന്നു, മിസ്റ്റർ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിന് സെലക്ഷൻ ഓൾറെഡി ആയി ഇരിക്കുന്ന ആളാണ്. അന്ന് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഡയറക്ടർ പോസ്റ്റാണ് ഇവിടെ കാലിക്കറ്റ് സ്റ്റേഷനിൽ. അദ്ദേഹം ഒരു മിസ്റ്റർ GK മേനോൻ, അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിയാണ്, നേവിയിലോ മറ്റോ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇൻ്റർവ്യൂ ചെയ്ത് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഞാൻ ഒരു നന്നായി ഉത്തരം പറഞ്ഞത് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് എന്നെ സെലക്ട് ചെയ്തതായിട്ട് എനിക്ക് അറിയിച്ചു. അങ്ങനെയാണ് 64 മെയ് 20 രാവിലെ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത സമയത്ത് പിന്നെ എൻ്റെ സീനിയറായിട്ട് ലൈബ്രറി ഉണ്ടായിരുന്നു മിസ്റ്റർ നമ്പൂതിരിപ്പാട്.
അദ്ദേഹമായിരുന്നു എൻ്റെ ഗുരുനാഥൻ ലൈബ്രറിയിൽ. AIRൻ്റെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ലൈബ്രറി ബുക്സ് ആണോ നമ്മൾ വിചാരിക്കുക. പക്ഷേ AIR ലൈബ്രറി മെയിനായിട്ടുള്ളത് മാഗ്നറ്റിക് ടേപ്സും റെക്കോർഡ്സുമാണ്. ഫിലിം ഇതിൻ്റെ ഒക്കെ ഡിസ്ക് ബുക്സ് ഉണ്ട്, പക്ഷെ അത് റെഫറൻസ് ബുക്സാണ് മാക്സിമം. പ്രക്ഷേപണത്തിന് ആവശ്യമായിട്ടുള്ള റെഫറൻസ് ചെയ്യാനുള്ള ബുക്കുകളാണ് അന്ന് കൂടുതലുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള എന്താ വെച്ചാൽ ഓരോ ദിവസത്തെയും പരിപാടികളുടെ ടേപ്പുകളും റെക്കോർഡും തലേ ദിവസം തന്നെ ഡ്യൂട്ടി റൂമിലേക്ക് നമ്മളത് ഇഷ്യൂ ചെയ്യണം. ഇതൊക്കെ സൂക്ഷിക്കുന്നത് ലൈബ്രറിയിലാണ്. ഓരോ സെക്ഷനായിട്ടുണ്ട്. അതായത് ലൈറ്റ് മ്യൂസിക് ഉണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, പിന്നെ അതുപോലെ സ്പോക്കൺ വേർഡ് എന്ന് പറയും. സ്പോക്കൺ എന്ന് പറഞ്ഞാൽ മലയാളം ടോക്കുകളും സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുണ്ട്. പിന്നെ കുട്ടികളുടെ പരിപാടിയുണ്ട്, ബാലലോകം ശിശുലോകം, രണ്ട് തന്നെ, ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും. പിന്നെ വിമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയും, സ്ത്രീകൾക്കും മഹിളാരംഗം അങ്ങനെയൊക്കെ പറഞ്ഞ പേരുള്ള ആ പരിപാടികൾ അതുമുണ്ട്. ഇതിൻ്റെ എല്ലാം പരിപാടികൾ ചെയ്യുന്നതിന് അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർമാരുണ്ട് ഓരോ യൂണിറ്റിനും. അവരെ സഹായിക്കാൻ അവരെ കീഴിൽ വേറെ സ്റ്റാഫുണ്ട്, ആർട്ടിസ്റ്റുമാരും അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടാവും. പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അവർ അത് ക്യൂ ഷീറ്റ് എഴുതി ഡേറ്റ് ഇട്ട് ഇന്ന ദിവസം ഇത്ര സമയത്തിനുള്ള എന്നിട്ട് ലൈബ്രറിയിൽ കൊണ്ടുതരും. ലൈബ്രറിയിൽ അത് സൂക്ഷിക്കാനായിട്ട് റാക്കുകളുണ്ട്. ഓരോ ദിവസത്തെ ഡേറ്റ് വെച്ചിട്ട് അതിനകത്ത് സൂക്ഷിക്കും. അപ്പോൾ ഓരോ ദിവസവും ഉച്ച കഴിഞ്ഞാൽ എൻ്റെ ജോലി അതാണ്, അതെടുത്ത് പിറ്റേ ദിവസത്തേക്കുള്ള റെക്കോർഡ്സും അതുപോലെ ഈ ഫിലിം സോങ്സിൻ്റെ ഇതുണ്ടല്ലോ അതിന് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുൻപേ തരും. ഇന്ന ദിവസത്തേക്കുള്ള ഒന്നാണ് അതൊക്കെ തരും. അതൊക്കെ എടുത്ത് വെച്ച് കംപ്ലീറ്റ് രജിസ്റ്ററിൽ എഴുതിയിട്ട് ഞങ്ങളുടെ ഒരു പ്യൂൺ അത് നേരെ ഡ്യൂട്ടി റൂമിൽ എത്തിച്ചു കൊടുക്കും. ഡ്യൂട്ടി റൂമിൽ നിന്ന് അത് കംപ്ലീറ്റ് റിസീവ് ചെയ്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് ഒരു രജിസ്റ്റർ തിരിച്ചു തരും. ഇനി ഏതെങ്കിലും പിറ്റേ ദിവസത്തേക്കുള്ള കിട്ടാത്തതുണ്ടെങ്കിൽ അവർ ആ സെക്ഷനിൽ ഇൻഫോം ചെയ്യും. ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ സെക്ഷനിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരത് ഇഷ്യൂ ചെയ്യും. ഇതാണ് അതിൻ്റെ റുട്ടീനായിട്ടുള്ളൊരു പരിപാടിയായിട്ട് വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100-ൽ താഴെ ഉണ്ടാവും എല്ലാം കൂടി, ഓഫീസ് സ്റ്റാഫും പിന്നെ ആർട്ടിസ്റ്റുമാരും. കാരണം അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, പിന്നെ ആ സെക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക് ആർട്ടിസ്റ്റുമാർ കുറച്ച് പേരുണ്ട്. അന്ന് അതാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുമാരുണ്ടായിരുന്നു അന്ന്. വയലിൻ PS ബാബു, അതുപോലെ പാപ്പ വെങ്കിട്ടരാമയ്യർ, അദ്ദേഹം ഗോട്ടുവാദ്യം ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. മൃദംഗത്തിന് പിന്നെ ഒരു TM വേണുഗോപാൽ ക്ലാർനെറ്റ്. ലൈറ്റ് മ്യൂസിക്കിൻ്റെ ആണെങ്കിൽ ഗിറ്റാറിസ്റ്റ് മിസ്റ്റർ ആർച്ചിബോൾ ഹട്ടൻ, പിന്നെ അതുപോലെ വയലിന് സുകുമാരൻ, അതുപോലെ വളരെ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുമാർ, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുമാരുള്ളൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഓരോ പരിപാടി ഉണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ തമ്പുരു ആർട്ടിസ്റ്റുമാർ വേറെയുണ്ട്. ഒരു മിസ്റ്റർ ഗോപി ബഹാദൂർ ഉണ്ടായിരുന്നു, KG മാരാർ, അവരൊക്കെ തമ്പുരു ആർട്ടിസ്റ്റുമാരാണ്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടാകുന്ന സമയത്ത് അവരാണ് അതിന് പിന്നെ അക്കമ്പനിമെൻറ്റ് ചെയ്യുന്നത്. ബാക്കി വയലിനും പിന്നെ മൃദംഗം ഇതൊക്കെ. അതുപോലെ ലൈറ്റ് മ്യൂസിക്കിനാണെങ്കിൽ തബല ഒരു ഉസ്മാൻ, വളരെ പ്രസിദ്ധപ്പെട്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു ഉസ്മാൻ. ഇവിടെ കോഴിക്കോട് നടക്കുന്ന ഏത് പരിപാടികളുണ്ടെങ്കിലും അതിനൊക്കെ ഉസ്മാൻ്റെ തബല, യേശുദാസിൻ്റെ ഇതിനായാലും ശരി എന്തിന് അദ്ദേഹത്തിന് തബല ഉണ്ടാവുമായിരുന്നു. അത്രയും വളരെ ഗിറ്റാർ ചാർച്ചയും അതുപോലെ തന്നെയായിരുന്നു. ലൈറ്റ് മ്യൂസിക്കിന് രാഘവൻ മാഷ്ക്ക് അസിസ്റ്റൻ്റായിട്ടൊരു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ വീണ ആർട്ടിസ്റ്റായിരുന്നു. വളരെ പ്രഗത്ഭനായ ഒരു ആർട്ടിസ്റ്റാണ്. മാത്രമല്ല ഈ ഫിലിം സോങ്സിൻ്റെ ഷെഡ്യൂൾ ചെയ്യുന്നതെല്ലാം ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണനാണ് അതൊക്കെ ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് തരിക, ഞങ്ങളാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ആർട്ടിസ്റ്റുമാരുണ്ടായിരുന്നു. പിന്നെ ഓഫീസ് സ്റ്റാഫാണ് ബാക്കി. ഹെഡ് ക്ലർക്കും ഉണ്ടായിരുന്നു, അക്കൗണ്ടൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കീഴിൽ വേറെ സ്റ്റാഫുകൾ അങ്ങനെ. പിന്നെ നമ്മൾ ഗ്രൂപ്പ് D സ്റ്റാഫ്. എപ്പോഴും ഒരു ആളും ബഹളമൊക്കെ ഉള്ള സ്ഥലം നമ്മൾ പറയുമല്ലോ, എപ്പോഴും എല്ലാവരും വളരെ ബിസി ആയിരിക്കും. കാരണം ഇത്രയല്ലേ സ്റ്റുഡിയോ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഒഴിഞ്ഞ് കിട്ടിയിട്ട് വേണം വേറെ ആൾക്ക് റെക്കോർഡിങ്ങിന് കയറാൻ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് വേറെ. അങ്ങനെ അത് എല്ലാം കൊണ്ടും ഒരു വളരെ ലൈവ്ലി ആയിരുന്നു അന്നത്തെ ആ ഒരു ഓഫീസ് അന്തരീക്ഷം. അത് വളരെ പറയാതിരിക്കാൻ വൃത്തിയില്ല. നാടകത്തിന് തിക്കോടി മാഷ്. ഇപ്പോൾ തിക്കോടി മാഷിൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംഗതിയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാൻ SSLC പാസ്സായത് മട്ടന്നൂർ ഹൈസ്കൂളിൽ നിന്നാണ്. കാരണം എൻ്റെ അച്ഛൻ സബ് ഇൻസ്പെക്ടറായിരുന്നു, അവിടുന്നാണ് റിട്ടയർ. അപ്പോൾ അവിടുന്നാണ് പാസ്സായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കോളേജിൽ ചേർന്ന് പഠിച്ചു തരിക. അപ്പോൾ ഒരു ദിവസം ഇവിടെ ഞാനിങ്ങനെ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചൊരു മാഷ് ഉണ്ടായിരുന്നു, TV കുറുപ്പ്. അദ്ദേഹം പെട്ടെന്നുണ്ട് ഓഫീസിലേക്ക് കയറി വരുന്നു. അപ്പോൾ മാഷും വേറെ ആളും കൂടി. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഷ് എന്താ വന്നത്? ഞാൻ തിക്കോടിയൻ മാഷെ പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ മാഷപ്പളിക്കും അവിടെ NSS കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ആനിവേഴ്സറി ക്ഷണിക്കാൻ വന്നാണ്. NV കൃഷ്ണവാര്യരും തിക്കോടിയൻ മാഷിനും ക്ഷണിക്കണം, അതിനുവേണ്ടി വന്നാണ്. ഞാൻ മാഷെ കൂട്ടിക്കൊണ്ടുപോയി നേരെ തിക്കോടിയൻ മാഷ് എടുത്ത് പോയി മാഷോട് ഇവരൊക്കെ പറഞ്ഞു. മാഷ് പറഞ്ഞു, അപ്പോൾ ഡേറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് NVനെ കൂടി ക്ഷണിക്കണം. മാഷ് എന്നിട്ട് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഒക്കെ രവി ഏറ്റോളണം, ഇവരെ ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് അവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ കൊണ്ടാക്കുന്നത് രവി ഏറ്റുള്ള. ഞാൻ പറഞ്ഞു, ഓ അത് കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ ചെയ്തോളാം, ഞാൻ പഠിച്ച സ്കൂളിൽ. അങ്ങനെ എനിക്ക് ഇവരുടെ കൂടെ ഇവിടുന്ന് മട്ടന്നൂർ വരെ യാത്ര ചെയ്യാനും അപ്പോൾ ആ യാത്ര ഇവർ തമ്മിലുള്ള സംസാരം അത് കേട്ടങ്ങനെ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. NVയും തിക്കുടിയും മാഷും കൂടിയിട്ട് സംസാരിച്ചിരുന്ന അത് അവിടെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് എല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരാം. അങ്ങനെ എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായി ഇവിടെ എത്തിയ സമയത്ത്. PC കുട്ടികൃഷ്ണൻ, അത് ഉറൂബുണ്ടായിരുന്നു. ഉറൂബിൻ്റെ കൂടെ തന്നെയായിരുന്നു മിസ്റ്റർ അക്കിത്തോ. പിന്നെ നാടക സെക്ഷനിലായിരുന്നു KA കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു. മാഷ് പിന്നെ വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, പക്ഷെ ആ കുറച്ച് മതി. മാഷിൻ്റെ ഒരു ചിരി അതിലെല്ലാം അടങ്ങും. ആ തരത്തിലായിരുന്നു മാഷിൻ്റെ പേര്. അതുപോലെ അക്കിത്തം. ഇവിടുത്തെ അനൗൺസറിൻ്റെ ബോബി ഉണ്ടല്ലോ,
ബോബിയുടെ അച്ഛൻ മിസ്റ്റർ ബേബി, അദ്ദേഹം ഓഫീസിലെ സ്റ്റാഫാണെന്ന്. ബേബി ഉണ്ടാവും, ഞങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുക, അങ്ങനെ കഴിക്കുക. അത് വളരെ ആ കുറച്ച് സമയം അവിടെ തിക്കുടി മാഷുണ്ടാവും, മാഷിൻ്റെ ചാപ്പാട് വരും, അതും വരും, എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള വളരെ ഒരു രസകരമായ, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യും. ഇത് കക്കാട് മാഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാഷ് ലൈബ്രറിയിൽ വരുമ്പോൾ രാഘവൻ മാഷ് കൂടെ ഉണ്ടോ എങ്കിൽ എനിക്ക് കുറച്ച് നല്ല കഥകൾ കേൾക്കാം. രാഘവൻ മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതേ ലെവലിലുള്ളൊരു കഥ കക്കാട് മാഷ് പറയും. അതുപോലെ ഈ രണ്ട് കൂട്ടർക്കും വേറൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, മറിച്ച് ചൊല്ലുക. അതായത് പറയുന്നത് തിരിച്ച് പറയും. അത് രണ്ട് കൂട്ടരും ഒരു മത്സരമായിരുന്നു, രാഘവൻ മാഷും കക്കാടും. കക്കാട് മാഷ് അതിൽ എക്സ്പേർട്ടാണ് പറയുന്നതിൽ. അത്ര മാഷ് അന്ന് ഫാം ആൻഡ് ഹോമിൻ്റെ ചാർജായിരുന്നു എൻ്റെ ഓർമ്മ. കൃഷി സെക്ഷൻ്റെ ചാർജായിരുന്നു മാഷ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ വന്ന് കുറേ നേരം അവിടെ ഇരിക്കും. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നടക്കുന്ന സമയം ഞങ്ങൾ വെറുതെ പോയി നിന്നിട്ട് കാണും. അത് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതും. പിന്നെ മാഷ് തമാശയും കളിയൊന്നും സ്റ്റുഡിയോയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ മാഷ് വേറെ ആളാണ്. അവർ തമ്മിൽ തന്നെ സംസാരിക്കില്ല, അത്രയും ഇതായിട്ടാണ്. പക്ഷേ മാഷ് അത് കൃത്യമായിട്ട് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി അത് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്ത്. അതുപോലെ വളരെ പ്രസിദ്ധപ്പെട്ട ചില ഇതുണ്ട്. കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയൊരു പാട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു പാട്ടാണ്, ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലത്തെ ഒരു കവിതയുടെ ഒരു മലയാളം ട്രാൻസ്ലേഷനാണത്. അത് വളരെ പോപ്പുലറായിരുന്നു. കാരണം പിന്നെ ലൈറ്റ് സോങ് എന്ന് പറഞ്ഞത് വളർത്തിക്കൊണ്ടുവന്ന ആകാശവാണിയാണ്, ആകാശവാണിയിൽ കൂടിയാണ് അത് വന്നത്. അതുപോലെ കക്കാട് മാഷിൻ്റെ ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു, ജീവിത മുരളി ഗാനം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ ജി എസ് ശ്രീകൃഷ്ണൻ സാറിൻ്റെ വൈഫ് പാടിയ ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. പിന്നെ രാഘവ മാഷ് പാടിയ പൊട്ടിയ തമ്പുരു ഇനിയും. അതുപോലെ ഇന്ത്യ ചൈന യുദ്ധം വന്നല്ലോ, ആ സമയത്ത് ഇവർക്കൊക്കെ പിടിപ്പത് പണിയായി പാട്ടുകൾ ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ ആ ഒരു ഇത് ബോധം വളർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത്രയും ലൈറ്റ് മ്യൂസിക് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മെൻഗേഡ് അവർ വളരെ ഇതായിട്ട് വളരെ പ്രസിദ്ധപ്പെട്ട പാട്ടുകളാണ്. പിന്നെ മിസ്റ്റർ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി കുറച്ച് കാലം ഇവിടെ കാഷ്വൽ ബേസിൽ റൂബിൻ്റെ സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പി കെ കേശവൻ നമ്പൂതിരി, അദ്ദേഹം കുറച്ച് കാലം ലൈറ്റ് മ്യൂസിക് സെക്ഷനിൽ കാഷ്വലായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അദ്ദേഹം തൃശ്ശൂർ സ്റ്റേഷനിൽ സ്റ്റാഫായിട്ട് അവിടേക്ക് പോയി. ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് കോഴിക്കോട് ആകാശവാണി നിലയം മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ കെ രവീന്ദ്രൻ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.